അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു കലവറയാണ് ആമസോൺ മഴക്കാടുകൾ. അതിൽ ഒരു ചെറിയ വലിയ അത്ഭുതമാണ് നീല നിറമല്ലാത്ത എന്നാൽ നീല നിറമുള്ള ചിത്രശലഭം, ദ ബ്ലൂമോർഫോ ബട്ടർഫ്ലൈസ്. യെസ്, ദ റിയൽ ഫാക്ട് ഓഫ് ബ്ലൂമോർഫോ ബട്ടർഫ്ലൈസ്. ലെറ്റ്സ് വെൽക്കം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രശലഭങ്ങളിൽ ഒന്നായാണ് നീലമോർഫോയെ കണക്കാക്കുന്നത്. ഇവ പ്രധാനമായും മധ്യ തെക്കേ അമേരിക്കയിലെ മഴക്കാടുകളിലാണ് കണ്ടുവരുന്നത്. ആമസോൺ മഴക്കാടുകൾ നിഗൂഢമായ ഒരു കൂട്ടം വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ്. അവയിൽ പിങ്ക് ഡോൾഫിനുകൾ, മോഹിപ്പിക്കുന്ന 3 വിരലുകളുള്ള മടിയന്മാർ. എന്നാൽ നീലമോർഫോ ചിത്രശലഭത്തേക്കാൾ തിളക്കമുള്ള മറ്റൊന്നില്ല. ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പ്രാണികളിൽ ഒന്നായ ഈ നിയോട്രോപ്പിക്കൻ ചിത്രശലഭം ഒരു ഫോസ്റ്റോപ്പറിൽ കുറഞ്ഞതല്ല. ഒരുപാട് രസകരമായ വസ്തുതകളുള്ള ഒരു ചിത്രശലഭമാണ് ബ്ലൂമോർഫോ. കൂട്ടമായി സഞ്ചരിക്കുമ്പോൾ അവയുടെ ചിറകുകളുടെ തിളക്കം വളരെ തിളക്കമുള്ളതായി മാറുമെന്ന് പറയപ്പെടുന്നു. ഇത് കാഴ്ചക്കാർക്ക് അവരുടെ കണ്ണുകൾക്ക് സംരക്ഷണം നൽകുന്നു. നീലമോർഫോയ്ക്ക് തിളക്കമുള്ള നീല ചിറകുകളുണ്ട്. എന്നിരുന്നാലും നിറം പിഗ്മെന്റിൽ നിന്നല്ല വരുന്നത്. വാസ്തവത്തിൽ സൂക്ഷ്മതല വജ്ര ആകൃതിയിലുള്ള ശൽക്കങ്ങൾ അവയുടെ ചിറകുകളുടെ മുകൾ വശത്തായി സ്ഥിതി ചെയ്യുന്നു. സങ്കീർണമായ ഒരു പാളി ഘടനയായി ക്രമീകരിച്ചിരിക്കുന്നു. ഇത് വരുന്ന പ്രകാശം പരസ്പരം വ്യത്യാസപ്പെടാനും ഇടപെടാനും കാരണമാകുന്നു. അതിൻ്റെ ഫലമായി നമുക്ക് നീല നിറം അനുഭവപ്പെടുന്നു. ഈ സ്വത്തിനെ ഇറിഡസൻസ് എന്ന് വിളിക്കുന്നു. ചിറകുകളുടെ മുകൾ ഭാഗത്ത് മാത്രമേ ഈ ആകർഷണീയമായ തിളക്കം കാണപ്പെടുന്നുള്ളൂ. അതേസമയം അടിഭാഗത്ത് അവ കറുപ്പും തവിട്ട് നിറമുള്ളവയുമാണ്. അരികുകളിൽ കണ്ണ് പോലുള്ള വൃത്തങ്ങളുമുണ്ട്. എന്നിരുന്നാലും ആൺപക്ഷികളും പെൺപക്ഷികളും ഒരുപോലെ കാണപ്പെടുന്നില്ല. അതേസമയം ആൺപക്ഷികൾക്ക് തിളക്കമുള്ള നീല നിറമായിരിക്കും. പെൺമോർഫോസ് സാധാരണയായി തവിട്ട് അല്ലെങ്കിൽ മഞ്ഞ നിറമായിരിക്കും. ഇത് മുട്ടയിടുമ്പോൾ അവയെ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ സഹായിക്കും. ഇവ വലിപ്പമേറിയ ചിത്രശലഭങ്ങളാണ്. ചിറക് വിരിക്കുമ്പോൾ ഏകദേശം 5 മുതൽ 8 ഇഞ്ച് വരെ വീതി ഉണ്ടാകും. ആൺമോർഫോകളുടെ ചിറകുകൾ പെൺമോർഫോയേക്കാൾ വീതിയുള്ളവയാണ്. മറ്റ് ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്കും 2 ക്ലബഡ് ആൻറ്റിനകൾ, 2 മുൻചിറകുകൾ, 2 പിൻചിറകുകൾ, 6 കാലുകൾ എന്നിവയുണ്ട്. ഇവയുടെ ചിറകുകൾ മടക്കി വെക്കുമ്പോൾ ഇത് സാധാരണയായി വിശ്രമ സമയങ്ങളിൽ സംഭവിക്കുമ്പോൾ അവ പശ്ചാത്തല പുറന്തൊലിയിലും ഇലകളിലും സുഗമമായി ലയിക്കുകയും വേട്ടക്കാരിൽ നിന്ന് സുരക്ഷിതമായി തുടരുകയും ചെയ്യുന്നു. ഇവ വളരെ വേഗത്തിൽ പറക്കാൻ കഴിവുള്ളവയാണ്. വായുവിൽ ഉയർന്നു പൊങ്ങുമ്പോഴും ചിറകിൻ്റെ നീല നിറവും തവിട്ട് നിറവും മാറി മാറി വരുന്നത് ശത്രുക്കൾക്ക് ഇവയെ പിന്തുടരുന്ന പ്രയാസകരമാക്കുന്നു. ഈ പ്രതിഭാസത്തെ ഫ്ലാഷിംഗ് എന്ന് വിളിക്കുന്നു. മെക്സിക്കോ മുതൽ കൊളംബിയ വരെയുള്ള മധ്യ ദക്ഷിണ അമേരിക്കയിലെ ഉഷ്ണമേഖലാ വനങ്ങളിലാണ് ഇവ താമസിക്കുന്നത്. ചൂടുള്ള മിതശീതോഷ്ണ കാലാവസ്ഥ തേടി പലപ്പോഴും ആമസോൺ മേഖലയിലെ നദികൾക്ക് ചുറ്റും കൂട്ടമായി പറക്കുന്നു. ചിറകുകൾ മടക്കി പിടിച്ച വനാന്തരങ്ങളിൽ പ്രായപൂർത്തിയായ ഇവർ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഇണയെ അന്വേഷിച്ച് കാട്ടിലൂടെ പറക്കും. വാസ്തവത്തിൽ ഇവയുടെ സമയത്തിൻ്റെ ഭൂരിഭാഗവും ഭക്ഷണം കഴിക്കുന്നതിനും പ്രത്യുൽപാദനത്തിനുമായി ചെലവഴിക്കുന്നു. 115 ദിവസത്തെ ജീവിതചക്രമുള്ള ഇവ 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു: മുട്ട, ലാർവ, പ്യൂപ്പ, ഇമാഗോ. നീലമോർഫോ ലാർവകൾ മുതിർന്ന ചിത്രശലഭങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്നു. ഇവ ചെറുതും ചുവപ്പ് തവിട്ട് നിറമുള്ളതും ഇളം പച്ച നിറത്തിലുള്ള പാടുകളോട് കൂടിയതുമാണ്. ഇതിൽ ഒരു അപകടകരമായ വസ്തുതയുണ്ട്. ഇവയിൽ ചെറിയ ലാർവകൾക്ക് മാരകമായ വിഷം അടങ്ങിയിരിക്കുന്നു. മോർഫോസ് ചിത്രശലഭങ്ങളുടെ ലാർവകൾ പ്രധാനമായും പയർ കുടുംബത്തിലെ സസ്യങ്ങളുടെ ഇലകൾ ഭക്ഷിക്കുന്നു. ഈ സസ്യങ്ങളിൽ നിന്ന് ഇവയെ ബാധിക്കാത്ത വിഷവസ്തുക്കൾ ലഭിക്കും. ഇവയെ വേട്ടക്കാരിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ബ്ലൂമോർഫോസിൻ്റെ കാലുകളിൽ രുചി സെൻസറുകളുണ്ട്. ഇവയുടെ ആൻറ്റിനകൾ നാവും മൂക്കുമായി പ്രവർത്തിക്കുന്നു. അതിനാൽ ഇവയ്ക്ക് വായു ആസ്വദിക്കാനും മണക്കുവാനും കഴിയും. ബ്ലൂമോർഫോസ് വളരെയധികം ഭീഷണികൾ നേരിടുന്നുണ്ട്. ശേഖരിക്കുന്നവർ മുതൽ ശാസ്ത്രജ്ഞർ വരെ ഈ ചിത്രശലഭം ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. തുടക്കകാലത്ത് ആമസോണിലെ തദ്ദേശീയർ ഇവരെ ലോകത്തിൻ്റെ സത്യങ്ങൾ കാണിക്കുന്ന ആത്മീയ വഴികാട്ടികളായും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഗോത്രങ്ങൾ ഇവയെ ദുഷ്ടാത്മാക്കളായാണ് കാണുന്നത്. വിഷപദാർത്ഥങ്ങൾ വിഴുങ്ങാനും വളരുന്നതിനനുസരിച്ച് അവ ശേഖരിക്കാനുമുള്ള കഴിവാണ് ഇതിന് കാരണം. അടുത്തിടെ ഇവ നിരവധി സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട്. ബ്ലൂമോർഫോയുടെ പ്രകാശം പ്രതിഫലന കഴിവുകളുടെ ചിറകുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഫലപ്രദമായ പ്രകാശ മാനേജ്മെൻറ്റ് ഉപയോഗിച്ച് ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയർമാർ സോളാർ സെല്ലുകളുടെ കാര്യക്ഷമത വളരെയധികം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ദുഃഖകരമെന്ന് പറയട്ടെ, ആമസോണിലെ മിക്ക ജീവവർഗങ്ങളെയും പോലെ ഉഷ്ണമേഖലാ വനങ്ങളുടെ വനനശീകരണവും ആവാസ വ്യവസ്ഥയുടെ വിഘടനവുമാണ് ആദ്യത്തെ ആശങ്ക.